24 മണിക്കൂറിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം, നമ്പർ 1 സമയമാണ് വഖ്തു സഹർ, അത്താഴത്തിന്റെ സമയം. ഒരുപാട് അമ്പിയാക്കളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ സമയമാണത്. സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും ലൂത്ത് നബിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തിയത് അത്താഴത്തിന്റെ സമയത്താണ്. 7 നഗരങ്ങളടക്കം സദൂമടക്കമുള്ള നഗരങ്ങൾ മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് മേലോട്ട് ഇങ്ങനെ പൊക്കിയിട്ട് മറിച്ചിട്ടതാ നേരത്താണ്. ഇവരെ രക്ഷപ്പെടുത്തിയത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, നജ്ജൈനാഹും ബിസഹർ, അത്തായ സമയത്താണ് അവരെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ ആ സമയത്തിന് വലിയ മഹത്വമുണ്ട്. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, അവരെയും മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചവരെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ നേരമാണത്. വലിയ മഹത്വമുള്ള നേരം, ദുആഇന് വലിയ ഇജാബത്ത് കിട്ടുന്ന നേരമാണ്. ആരാധനയ്ക്ക് ഏറ്റവും കൂടുതൽ മുന്നൊരുക്കവും താല്പര്യവും നല്ല വിലയുമുള്ള നേരമാണത്. ഖുർആനോത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം, ദുആഇന് ഏറ്റവും മഹത്വം കിട്ടുന്ന സമയം, ഇസ്തിഗ്ഫാറിന് വലിയ സന്തോഷം കിട്ടുന്ന സമയം, ദുആ ചെയ്തിട്ട് വലിയ ഉത്തരം കിട്ടിയിട്ട് അനുഭവിച്ചു അത്താഴത്തിന്റെ നേരത്ത്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കൾ ചെയ്ത തെറ്റിന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അള്ളാഹുവിനോട്, ബാപ്പാ ഞങ്ങളേതായാലും തെറ്റുകാരായി, ഇന്നാ കുന്നാ ഖാതീൻ, അബദ്ധം സംഭവിച്ചു പോയി, ജീവിതത്തിലെ ഇത്രയും നിമിഷങ്ങൾ ഞങ്ങൾ ചെയ്തൊക്കെ തോന്നിവാസങ്ങളാണ് എന്ന് പറഞ്ഞാല് ബാപ്പയോട് ചെയ്ത ആ അനീതി. 10 സഹോദരങ്ങൾ, 10 മക്കള് ബാപ്പയോട് പറഞ്ഞു, ബാപ്പാ ഇന്നാ കുന്നാ ഖാതീൻ. യൂസുഫ് നബിയെ കൊണ്ടുപോയി കിണറ്റിലേക്ക് ഇട്ടതും ബിന്യാമീനെ കൊണ്ടുപോയിട്ട് പിന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയതും ഒക്കെ ഞങ്ങൾ ചെയ്ത അബദ്ധങ്ങളാണ് എന്ന് പറഞ്ഞ ബാപ്പാനോട് ചെയ്ത ആ ഒരു തെറ്റ് പൊറുക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോടൊന്ന് ദ്വാരക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, സഅസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പിന്നീട് ഞാൻ പൊറുക്കലിനെ തേടും. ഈ വാക്ക് വിശദീകരിച്ച് ഖുർആൻ പണ്ഡിതന്മാര് പറഞ്ഞു, അത്താഴത്തിന്റെ സമയത്തേക്കാണ് ആ പിന്നീട് എന്ന് പറഞ്ഞത് പിന്തിച്ചത്. അപ്പൊ ദ്വാരുന്നില്ല. അത്താഴത്തിന്റെ സമയത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം എണ്ണീറ്റ് ദ്വാരുന്നു, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. യാക്കൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ആ ദുആഇന് വലിയ ഉത്തരം കിട്ടി. അതുകൊണ്ട് തന്നെ മക്കൾ മുഴുവനും നന്നായി. അത്താഴത്തിന്റെ നേരത്ത് യാക്കൂബ് നബി അലൈഹിസ്സലാം എണീറ്റ് അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ എന്റെ കുട്ടികൾക്ക് അവർക്ക് അബദ്ധം സംഭവിച്ചു, അവർ എന്നോട് ഒരുപാട് പൊരുത്തക്കേടുകൾ ചെയ്തു, ആ പൊരുത്തക്കേട് കാരണം നിന്നോടും അവർ പൊരുത്തക്കേട് ചെയ്തു, അതുകൊണ്ട് അല്ലാ അവർക്ക് നീ പുറത്തു കൊടുക്കണേ. ദുആ ചെയ്തപ്പോൾ ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. മക്കളെ മുഴുവനും അല്ലാഹു തആല നന്നാക്കി കൊടുത്തു. അത്താഴത്തിന്റെ നേരത്ത് കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലി സ്വഹാബത്തൊക്കെ. സ്വഹാബിമാരിൽപ്പെട്ട പ്രഗൽഭനാണല്ലോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അത്താഴത്തിന്റെ നേരം വരെ നിസ്കരിച്ചു. നിസ്കരിച്ചിട്ട് പിന്നെ ശിഷ്യൻ നാഫിയോട് ചോദിച്ചു, നാഫിയെ അത്താഴത്തിന്റെ നേരമായോ? ആയി. അത്താഴത്തിന്റെ നേരം ആയി എന്ന് കേട്ടാൽ പിന്നെ തുടങ്ങി അസ്തഗ്ഫിറുല്ലാഹൽ അദീം. സുബ്ഹി വാങ്ങി കൊടുക്കുന്നവരെ പിന്നെ ഇസ്തിഗ്ഫാറാണ്. എത്ര ചൊല്ലിയിരുന്നു? 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്ന് കാണാം. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, മൻ സ്വല്ലാ മിനൽ ലൈലി, തഹജ്ജുദ് നിസ്കരിച്ചു ഒരാൾ, രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ്. സുമ്മസ്തഗ്ഫറ ഫീ ആഖിറിൽ ലൈൽ, പിന്നെ രാത്രിയുടെ അവസാനത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലി 70 മറ, 70 തവണ. കുതിബ മിനൽ മുസ്തഗ്ഫിരീൻ, അല്ലാഹു തആല മുസ്തഗ്ഫിരീങ്ങളിൽ അവനെ എഴുതപ്പെടും. മുഅ്മിനീങ്ങളെ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്തായ നേരത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ് അവര്. മനസ്സൊക്കെ ക്ലിയർ ആയ നേരം, വൈകല്യങ്ങളൊക്കെ ഓർത്തെടുത്ത്, ജീവിതത്തിൽ മുമ്പെങ്ങോ സംഭവിച്ചു പോയ ഒരു വൈകല്യങ്ങളാണെങ്കിലും ഒന്നല്ലല്ലോ നമുക്ക് ഓർക്കാനുള്ളത്, ഒരുപാടില്ല, കെട്ടുകണക്കിനില്ല സഹോദരങ്ങളെ. ഓരോന്നോരോന്ന് ഓർത്തെടുത്ത് മറക്കാനായിട്ടില്ല. ഓർത്തെടുത്ത് പ്രായം 50 ആയാലും മറക്കാനായിട്ടില്ല, 60 ആയാലും മറക്കാനായിട്ടില്ല, 70 ആയാലും മറക്കാനായിട്ടില്ല. ഹജ്ജ് 10 ചെയ്താലും മറക്കാനായിട്ടില്ല, അറഫേന്ന് കരഞ്ഞാലും മറക്കാനായിട്ടില്ല. അങ്ങനെ സമാധാനിച്ചിരിക്കരുത്. ഞാൻ കഴിഞ്ഞല്ല ഹജ്ജിന് പറ്റി അറഫേന്ന് പൊട്ടിക്കരഞ്ഞാണ്, ഹദീസിലുണ്ടല്ലോ പാപങ്ങളൊക്കെ പുറത്തിന്റെ അള്ളാഹ് പുറത്തുനിന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാനായിട്ടില്ല. ലാസ്റ്റ് പോയിന്റ്, ലാസ്റ്റ് ടൈം വരെ കിട്ടുന്ന അത്താഴത്തിന്റെ നേരത്തൊക്കെ ഇസ്തിഗ്ഫാർ ചൊല്ലുക. 70 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ദാവൂദ് നബി അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ജിബ്രീലേ അയ്യുൽ ലൈലി അഫ്ളൽ,
രാത്രിയിൽ ഏത് ടൈമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ദാവൂദ് നബിയെ, മാ അദ്രി ഇല്ലാ അന്നൽ അർശ യഹ്തസ്സു ഫിസ് സഹർ. അർശ് കുലുങ്ങുന്ന വിറക്കുന്ന ഒരു സമയമുണ്ട് 24 മണിക്കൂറിൽ. അത് അത്തായത്തിന്റെ നേരത്താണ്. അർശ് കിടുകിടാ വിറക്കുന്ന ഒരു ടൈം അത്തായത്തിന്റെ നേരത്താണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് മനസ്സിലായത് അത്തായത്തിന്റെ നേരമാണ് ഏറ്റവും ഇസ്തിഗ്ഫാറിന് പറ്റിയ നേരം. നമ്മൾ ഇസ്തിഗ്ഫാർ പതിവാക്കണം, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം, മനസ്സറിഞ്ഞ് മനസ്സ് പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം. നാവ് കൊണ്ട് മാത്രമല്ല ഇസ്തിഗ്ഫാറല്ല കേട്ടോ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നാവ് കൊണ്ട് മാത്രമല്ല, മനസ്സറിഞ്ഞിട്ട് പാപക്കറകൾ രൂപപ്പെടുത്തിയെടുത്തിട്ട് ഒന്നും പുറത്തു കിട്ടി എന്നൊരു നിശ്ചയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ മുന്നിലില്ല. ഉറപ്പ് നമ്മുടെ മുന്നിലില്ല. ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഇനിയും ചോദിക്കണം, ഇനിയും ചോദിക്കണം, എത്രയും ചോദിക്കണം. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നിങ്ങൾ കണ്ടില്ലേ, ഇബ്രാഹിം ഇബ്നു ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അത്താഴത്തിന്റെ നേരത്ത് പള്ളിയിൽ പോയപ്പോ പള്ളിന്റെ മൂലക്കൽ ഒരു ഭാഗത്ത് ഒരാളിങ്ങനെ ദ്വാരിക്കുന്നുണ്ട്. അപ്പൊ അയാളെ ദുആ ഞാൻ വീക്ഷിച്ചപ്പോ അള്ളാഹുവിനോട് പറയുന്നു, പടച്ചോനെ, റബ്ബി അമർതനി ഫഅതഅതുക, ഈ നേരത്ത് നിന്നോട് ഇസ്തിഗ്ഫാർ ചെല്ലാനാണല്ലോ നീ കൽപ്പിച്ചത്. നീ എന്നോട് ഈ നേരത്ത് കൽപ്പിച്ച ഇസ്തിഗ്ഫാർ അല്ലാന്നല്ലേ പടച്ചോനെ. ഞാൻ അത് അനുസരിച്ചിട്ടാണ് പള്ളിയിൽ വന്ന് നിന്നോട് ഇസ്തിഗ്ഫാർ ചെല്ലുന്നത്. ഫഗ്ഫിർലി, എനിക്ക് നീ പൊറുക്കല്ലാ, എനിക്ക് നീ പൊറുക്കല്ലാ. ഇബ്രാഹിം ഹാത്തിബ് തങ്ങൾ പറയാണ്, ഈ ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ടിട്ട് ഞാനൊന്ന് നോക്കിയപ്പോ അത് ആരാന്നറിയോ നിങ്ങൾ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ അത്താഴത്തിന്റെ നേരത്ത് പള്ളിയുടെ ഒരു ഭാഗത്ത് വന്ന് അള്ളാഹുവിനോട് ഈ വിഷയം പറയുന്നത്, പടച്ചോനെ, ഈ നേരത്ത് ഉറങ്ങാനല്ലല്ലോ ഇസ്തിഗ്ഫാർ അല്ലാന്നല്ലേ നീ കൽപ്പിച്ചത്, ഞാൻ അനുസരിച്ചിട്ടാണ് പള്ളിയിൽ വന്ന് ഇസ്തിഗ്ഫാർ ഇല്ലുന്നത് എന്ന് പറഞ്ഞ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ നോക്കുമ്പോ ആ ചോദിക്കുന്ന ആള് അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. മുത്തുനബി തങ്ങൾക്ക് കയ്യിൽ പിടിച്ച ഒരു തലയിണ, ഒരു മിസ്വാക്ക് കയ്യിൽ പിടിച്ചു കൊണ്ടെന്ന പോലെ അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ. സാഹിബുൽ വിസാദത്തി വസ്സിവാക്ക്, തങ്ങളെ തലയിണയും മിസ്വാക്കും കയ്യിൽ പിടിച്ചു നടക്കുന്ന, പലപ്പോഴും സാഹിബുൽ നഅലൈൻ, അവിടുത്തെ ചെരുപ്പ് തങ്ങളൊരു വീട്ടിലേക്ക് കയറിയാൽ താഴെ വെക്കാതെ കയ്യിൽ പിടിച്ചിങ്ങനെ ഇടത്തെ കയ്യിൽ ആ ചെരുപ്പ് ഇങ്ങനെ പിടിച്ചു വെക്കും. തങ്ങളങ്ങ് വരുന്ന സമയത്ത് ആ ചെരുപ്പ് ഇങ്ങനെ താഴെ വെച്ചു കൊടുക്കും. ഈ ഒരു ഖിദ്മത്ത് പോലെ അബ്ദുല്ലാഹി മസ്ഊദ് തങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ സഹോദരങ്ങളെ. എന്നിട്ടും അത്താഴത്തിന്റെ നേരത്ത് മദീനത്തെ പള്ളിയിൽ പോയിരുന്നിട്ട് ആ ഇസ്തിഗ്ഫാർ ചൊല്ലി എന്ന് പറയുമ്പോ നമ്മൾ എത്ര ഉണരണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മഹാന്മാരായ മഹാന്മാരൊക്കെ ഉണർന്നൊരു നേരമാണ്. നമ്മൾ ആ നേരത്ത് മാത്രം ഉറങ്ങുന്നവരാകരുത്. റമളാൻ ഷരീഫിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹ്രസ്വകാല ജീവിതത്തിലെ 24 മണിക്കൂറിൽ ഏറ്റവും സുന്ദരമായ ഈ ടൈം, കുറഞ്ഞ സമയം, ബാക്കിയൊക്കെ നിങ്ങൾ ഉറങ്ങിക്കോളൂ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് നേടിയെടുക്കണം. അത് വലിയൊരു ഭാഗ്യമാണ്. ഭാഗ്യം സിദ്ധിച്ചവര് എന്ന് ഒരാളെ പറ്റി പറയുമ്പോ എണ്ണേണ്ട ഒരു ഭാഗ്യമാണ്. അത് വലിയ ഭാഗ്യവാനാണ്. എന്തുകൊണ്ട്? അവിടെ 4 മണിക്കണിക്കും, അങ്ങനെ പറയുന്ന ആൾക്കാര് 4 മണിക്കണി തഹജ്ജുദ് നിസ്കരിച്ച് ദ്വാരക്കുന്ന ഇസ്തിഗ്ഫാർ, അതൊരു ഭാഗ്യം തന്നെയാണ്. ഭാഗ്യങ്ങളായ കൂട്ടത്തിലാണ് എന്റെ ഭാഗ്യമാണ്. പക്ഷെ അതൊക്കെ എല്ലാവരും സമല്ലേ, എല്ലാത്തിലും സമല്ലേ. ആള് വലിയ പണക്കാരൻ, പണക്കാർക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ആണോ? വലിയ തറവാട്ടനാണ്, വലിയ തറവാട് നമുക്ക് അത്രേ ഉള്ളൂ. വലിയ ഭൂസ്വത്താണ്, വലിയ ഭൂസ്വത്ത് നമുക്ക് അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മളും മറ്റൊരൊക്കെ സമല്ലേ. ഒരു പക്ഷെ നമ്മളെക്കാൾ ഏറെ അവർക്കല്ലേ. ഭാഗ്യം എന്ന് പറഞ്ഞ എന്താണെങ്കിൽ ഇതുണ്ട്, 4 മണിക്ക് എണീക്കുന്ന ആളാണ്, നിസ്കരിക്കും, ഒരു പ്രതീക്ഷ ഉണ്ടാ പറച്ചിൽ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചിട്ട് പറഞ്ഞില്ല, മോനെ, ലാ തകൂനന്ന അജസ മിൻ ഹാദ ദീഖ്, വീട്ടിലെ ഈ കോഴിയെക്കാളും നീ ദുർബലനാകരുത്. നമ്മളോടൊക്കെ പറയേണ്ട ഉപദേശമാണത്. കൂട്ടിൽ കിടക്കുന്ന കോഴിയെ കണ്ടോ മോനെ, ഈ കോഴിയെക്കാളും നീ ദുർബലനാകരുത്. യുസവ്വിതു ബിൽ അസ്ഹാർ, അത്തായത്തിന്റെ നേരത്ത് കോഴി ഒച്ച വെക്കുന്നു. കോഴിക്ക് വിരിപ്പില്ല, കോഴിക്ക് പുതപ്പില്ല, ബെഡില്ല, AC ഇല്ല, ഫാനില്ല. അതൊരു പലകയിലോ അല്ലെങ്കിൽ ഒരു കൂട്ടിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് മണ്ണിലോ അങ്ങനെ കിടന്നുറങ്ങുന്ന കോഴി അത്തായത്തിന്റെ നേരത്ത് എണീറ്റുകൊണ്ട് ശബ്ദം വെക്കുന്നു. അള്ളാഹുവിലേക്കുള്ള തസ്ബീഹാണ്, ഇസ്തിഗ്ഫാറാണ്. എന്നിട്ട് ആ കോഴിയെക്കാളും സമൃദ്ധിയിൽ ഉറങ്ങുന്ന നീ കോഴിയെക്കാളും ദുർബലനാകരുത് മോനെ. കോഴിയെപ്പോലെ അതിനേക്കാളും ശ്രേഷ്ഠമായിട്ട് നീ എഴുന്നേൽക്കണം. ആഖിറത്തിൽ ആ കോഴികളൊക്കെ ശബ്ദങ്ങളൊക്കെ നമുക്ക് അനുകൂലമാകണം, പ്രതികൂലമാകരുത്. ഒന്ന് 4:30 എണീറ്റ് നോക്കൂ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കൂ, എത്ര കോഴികൾ ശബ്ദിക്കുന്നത് കേൾക്കും.
ഒരു കോഴിയുടെ ശബ്ദം കേട്ടപ്പോഴേക്കതാ അപ്പുറത്തെ വീട്ടിലെ കോഴി ശബ്ദിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെയാണോ? എത്ര ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്. ആ കേൾക്കുന്ന നമുക്കുള്ളൊരു പാഠമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് കോഴി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കോഴി ഇങ്ങനെ ശബ്ദിക്കാനുള്ള കാരണം പറഞ്ഞപ്പോ, ഇസ്രായിന്റെ യാത്രയിൽ ആകാശ ലോകങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയപ്പോ ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കണ്ടു. ആ കൂട്ടത്തിലൊന്നാണ് ഒന്നാൻ ആകാശത്തിൽ ഒരു കോഴിയുണ്ട്. ആ കോഴിക്ക് അല്ലാഹു തആല നല്ല വെളുത്ത തൂവല് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആ തൂവലിന്റെ വെളുപ്പ് വല്ലാത്തൊരു വെളുപ്പാണ്. അങ്ങനത്തെ ഒരു വെളുപ്പ് ഞാൻ കണ്ടിട്ടില്ല. നല്ല പച്ചക്കാലുകളുണ്ട് അതിന്. സുബ്ഹാനല്ലാഹ്, അതിങ്ങനെ നോക്കുന്ന സമയത്ത് അതിന്റെ കാലുകൾ ഭൂമിയിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്നത് പോലെ, ആ ഭൂമിയിലേക്ക് പോകുന്നത് പോലെ തോന്നി. അതിന്റെ തല കണ്ടപ്പോ അർശിന്റെ മുകളിലേക്ക് മാത്രം വലുപ്പമുണ്ട്. നല്ല പെരടിയാണ്. ലഹു ജനാഹാനി, രണ്ട് ചിറക ആ കോഴിക്ക് ഞാൻ കണ്ടു, രണ്ട് തോളിന്റെ ഭാഗത്തായിട്ട്. അതിങ്ങനെ വിടർത്തുമ്പോൾ മശ്രിഖിന്റെ മഗ്രിബിന്റെ ഭാഗത്തേക്ക് പോകുന്നു. രാത്രിയായാൽ അത്തായത്തിന്റെ നേരമായി കഴിഞ്ഞാൽ ആ കോഴി ഉറക്കെ പറയുന്നു, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ കരീം. ഒന്നാൻ ആകാശത്തിൽ വിസ്മയപ്പെടുത്തുന്ന കാഴ്ചകൾ കണ്ട കൂട്ടത്തിൽ ഒരു കാഴ്ചയാണിത്. ഇസ്മായിൽ ഹഖീ തങ്ങൾ റൂഹുൽ ബയാനിൽ ഈ സംഭവം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ തസ്ബീഹ് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഭൂമിയിലെ എല്ലാ കോഴികളും ശബ്ദിക്കുന്നു. ഒന്നാൻ ആകാശത്തിലെ കോഴി പറയുന്നത് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസിൽ കരീം എന്നാണ്. ആ ശബ്ദം അങ്ങോട്ട് കേൾക്കുമ്പോഴേക്ക് തുടങ്ങിയ ഭൂമിയിലെ കോഴികൾ ശബ്ദിക്കാൻ. എപ്പോഴാണോ ആ കോഴി ശബ്ദം നിർത്തുന്നത്, ഭൂമിയിലെ കോഴികളും ശബ്ദം നിർത്തി. സഹോദരന്മാരെ, സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അല്ലാഹുവിന്റെ വഴിയിൽ മുതലാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് ഒരു തടസ്സമാണ് പ്രധാനമായിട്ടും നമ്മളെ കുടുംബങ്ങളിലൊക്കെ ഉള്ളത്. എന്താ പറയാ, ഇപ്പോഴും ഉണ്ട്. നേരം 12 ആയിട്ടേ കിടക്കും. 12 മണി 12:30 മണി 1 മണി ആയിട്ടേ കിടക്കും. അപ്പോഴും കടന്നു എന്ന് പറയാനാവില്ല കേട്ടോ. കാരണം ഓരോ റൂമിലേക്ക് നോക്കിയാൽ കടന്നിട്ടുണ്ടാവില്ല. മൊത്തത്തിൽ ലൈറ്റ് ഓഫ് ആക്കിക്കൊണ്ട് കടന്നു എന്നാണ്. ഓരോ റൂമിലേക്ക് നോക്കിയപ്പോ 2 മണിയൊക്കെ ആവും. ഈ 2 മണി അയാളെ എത്ര 5 മണിയായിട്ട് കിട്ടിയാലും കാര്യമില്ല, എണീക്കൂല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് രാത്രി സമയത്ത് വലിയ വൈകാതെ, അർജന്റും തിരക്കും പ്രത്യേക ദിവസങ്ങളൊന്നും അല്ലെങ്കിൽ വേഗം കിടക്കണം. പെട്ടെന്ന് കിടക്കുക. ചില ദിവസങ്ങളൊക്കെ ഒരു പക്ഷെ ഒഴിവുണ്ടാവും, ഒരു പക്ഷെ രോഗികളെ നോക്കേണ്ടി വരും, അല്ലെങ്കിൽ കല്യാണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാത്ത ദിവസങ്ങളിൽ അർജന്റ് ഒക്കെ സദാസമയമാണ്. നമ്മളെ വീടുകളൊക്കെ നേരത്തെ ഇശാനസ്കാരം കഴിഞ്ഞ് നേരത്തെ ലൈറ്റ് ഓഫ് ആക്കി സുബഹിന്റെ മുമ്പ് ലൈറ്റ് കത്തുന്ന വീടുകളാകണം. നേരെ തിരിച്ചാണ് ഇപ്പൊ കാണുന്നത്. മുമ്പൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ മണ്ണെണ്ണ വിളക്കത്തിക്കുന്ന കാലത്തൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ എങ്ങനെയാന്ന്, ഇപ്പൊ നേരം വൈകി ഓഫാക്കും. രാവിലെ ഒരു 7 മണി 8 മണിയാകുമ്പോ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കും. എല്ലാരും വിളിക്കുന്ന ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കും. ആ ഒരു പരിതസ്ഥിതിയിലേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കും. ആ വീട്ടിലെ മൂത്ത കാരണവരായ 70 വയസ്സ് 65 വയസ്സുള്ള ഉപ്പാക്കറിയാം, ആ ഉപ്പാന്റെ ഉപ്പയും ഉപ്പാന്റെ ഉമ്മയൊക്കെ ഏത് സമയത്താണ് ഉറങ്ങിയെന്ന്, ഏത് സമയത്താണ് എഴുന്നേറ്റിരുന്ന് അറിയാം. അതേ പതിവോടെ സ്വീകരിക്കാനേ ഉള്ളൂ. പക്ഷെ സാധിക്കുന്നില്ല. നേരം വൈകി ഉറങ്ങുന്നത് കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ അടുത്തൊരു തലമുറ ഇനി വരാനിരിക്കുന്ന കാലത്ത് ആരോഗ്യം പറ്റ കുറഞ്ഞവരും വൈകല്യങ്ങൾ സംഭവിച്ചവരായി മാറും. അങ്ങനെ 2 മണി സമയത്ത് 2 മണി സമയം വരെ അങ്ങനെ പല കളികളും കാര്യങ്ങളും തമാശകളായിട്ട് ഇങ്ങനെ പോകാൻ. അപ്പൊ രാത്രിയിലെ ഉറക്കല്ലേ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത് കിട്ടുന്നില്ല. അതാണ് ഈ എഴുന്നേൽക്കാനുള്ള തടസ്സം. എഴുന്നേറ്റാലും ഒരു പക്ഷെ ഉറക്കം വിടാത്ത ആ ഒരു തൂങ്ങിയിട്ടുള്ള ഒരു അവസ്ഥ. മനസ്സു റാഹത്തോടെ ഉന്മേഷത്തോടെ കിട്ടുന്ന ആ ഒരു നേരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ കിട്ടാൻ വേണ്ടിയുള്ള സെറ്റപ്പിലൂടെ വളരുന്ന ഉയരുന്ന ആളുകൾ വലിയ തൗഫീഖ് സൃഷ്ടിച്ച ആളുകളാണ്. അല്ലാഹു നമുക്ക് ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹത്തായത്തിന്റെ സമയത്ത് എഴുന്നേറ്റ്, തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തൊരു അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത് കാണും, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻതൽ ഹഖ് വവഅദുക ഹഖ്ഖുൻ വലിഖാഉക ഹഖ്ഖുൻ വഖൗലുക ഹഖ് വൽജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വന്നബിയ്യൂന ഹഖ്ഖുൻ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖുൻ വസ്സഅതു ഹഖ്ഖുൻ അല്ലാഹുമ്മ ലക അസ്ലംതു. അല്ലാഹുവേ, നിനക്ക് ഞാൻ അനുസരിച്ചു, വഴിപ്പെട്ടു.
വബിക ആമന്തു വഅലൈക തവക്കൽതു, നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു, നിന്റെ മേൽ ഞാൻ കാര്യങ്ങൾ ഏൽപ്പിച്ചു. വഇലൈക അനബതു, നിന്നിലേക്ക് ഞാൻ മടങ്ങി. വബിക ഖാസംതു, നിന്റെ വിഷയത്തിലാണ് ഞാൻ ആരോടും തർക്കിച്ചിട്ടുണ്ടെങ്കിൽ തർക്കിച്ചത്. എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ആരോടും ഞാൻ തർക്കിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരാളോട് ഞാൻ പ്രതിയോഗിയായി വർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ കൊണ്ട് മാത്രമാണ്. നീ തൃപ്തിപ്പെടുന്നു, നീ പൊരുത്തപ്പെടുന്ന മാർഗം. വബിക ഹക്കംതു, നിന്നിലേക്കാണ് എല്ലാ കാര്യങ്ങളും ഞാൻ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. ഫഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക. തഹജ്ജുദിന് എഴുന്നേറ്റ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണിത്. മഹാന്മാരായ ആളുകളൊക്കെ ആ നേരം ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി ആസ്വദിച്ച നേരമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഫർളായ അമൽ പോലെ കണ്ടിരുന്ന നിസ്കാരമാണല്ലോ തഹജ്ജുദ് നിസ്കാരം. അതൊരു പക്ഷേ നിർവഹിച്ചേക്കും പലരും. പക്ഷെ ഞാനീ പറയുന്ന ഇസ്തിഗ്ഫാർ, വിനയപ്രകടനം അള്ളാഹുവിലേക്ക് നടത്താന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗ്ഫാറാണ്. അത് കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥന, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് ഒരു പ്രാർത്ഥന വേറെ, ഇസ്തിഗ്ഫാർ വേറെ. പ്രാർത്ഥന നമ്മളെ കാര്യങ്ങളൊക്കെ ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് കാര്യങ്ങളൊക്കെ എണ്ണി പറയില്ല. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിരുത്തിയിട്ട് മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാതെ വൈകല്യങ്ങളൊക്കെ ഓർത്തെടുത്ത് മനസ്സ് വേദനിച്ച് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുലേക്ക് പൊറുക്കലിന് തേടുക. ഇല്യാസ് നബി അലൈഹിസ്സലാം ആ നേരം നല്ലോണം ആസ്വദിച്ച അമ്പിയാക്കളൊക്കെ ആ നേരം ആസ്വദിച്ചവരാണ്. ഇല്യാസ് നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് അസ്രായീൽ റൂഹിനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോ ഒറ്റ കരച്ചിലങ്ങ് കരഞ്ഞു മഹാനവർകൾ. നബിയാണല്ലോ ഇല്യാസ് നബി അലൈഹി സ്വലാം, വലിയ നബിയല്ലേ. ഇല്യാസ് നബി അലൈഹി സ്വലാം മുർസലീങ്ങളിൽ പെട്ട ആളല്ലേ. വഇന്ന ഇല്യാസ ലമിനൽ മുർസലീൻ, ഖുർആൻ പറഞ്ഞില്ലേ ഇല്യാസ് നബി മുർസലീങ്ങളിൽ പെട്ട മഹാനാണ്. ഇല്യാസ് നബി അലൈഹി സ്വലാം കരഞ്ഞപ്പോ അസ്രായീൽ ചോദിച്ചു, അതബ്കീ വഅൻത റാജിഉൻ ഇലാ റബ്ബിക്, റബ്ബിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരില്ലേ, എന്തിനാ കരയുന്നത്? സന്തോഷല്ലേ അവർക്ക് കൂടുതൽ വേണ്ടത്. കാരണം അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും കൂടുതൽ തൃപ്തി. ദുന്യാവൊന്നല്ല അവന്റെ ഇഷ്ടം, ദുന്യാവല്ല അവന്റെ തൃപ്തിയും. അള്ളാഹുവിലേക്കുള്ള ആ ഒരു മടക്കം അവന്റെ മനസ്സിന് വലിയ സന്തോഷം നൽകേണ്ടത്. അങ്ങനെ ആ സഹോദരന്മാരെ അവസാനം നമുക്കും വേണ്ടത് അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അങ്ങനെയുള്ള മനസ്സിനെ പറ്റിയിട്ടാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞത്. അള്ളാഹുവിലേക്ക് സന്തോഷിക്കുന്ന സായുജ്യമടയുന്ന ആത്മാവ്, ശരീരം, അതിനെപ്പറ്റിയാണ്. അതങ്ങനെ ആ ഒരു പരുവത്തിലാകുമ്പോ പിന്നെ അവിടെ കരച്ചില്ല, സന്തോഷാണ്. പടച്ച റബ്ബിലേക്കല്ലേ പോകുന്നു, വല്ലാത്ത സന്തോഷാണ്. അത്ര വലിയ സന്തോഷം പറയില്ല. എന്തിനാ ഞങ്ങൾ കരയുന്നത്? മഹാനവറുകൾ പറയുന്നു, പടച്ച റബ്ബിലേക്ക് പോകുന്ന വിഷയത്തിൽ ദുനിയാവിനോട് വിട്ടുപിരിയുന്നു എന്ന നിലക്കല്ല ഞാൻ കരയുന്നത്. ബല്ലബ്കി അലാ ലയാലി ശിതാഇ വനഹാരി സ്വൈഫ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള രണ്ട് സമയങ്ങൾ, ഉഷ്ണകാലത്തെ പകല്, അത്യുഷ്ണകാലത്തെ പകല്, അത് നോമ്പ് നോൽക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നല്ല ശൈത്യകാലത്തെ രാത്രി, ആ രാത്രികളിൽ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ദ്വാരക്കാനാണ് എനിക്കിഷ്ടം. നമ്മള് പറയലെന്താ, മഴ പെയ്തിട്ട് നിന്ന് ഉറങ്ങാനൊരു സുഖം ഉണ്ടാവും. നല്ല സുഖല്ലേ, ഇത് സുഖി ആയത് പോലും അറിഞ്ഞില്ല. നമ്മളെ സുഖം, നമ്മളെ ചാബല്യമുള്ള ഏറ്റവും വളരെയധികം മോശപ്പെട്ട സുഖത്തിന്റെ വർത്താനാണ്. മഴണ്ട് പെയ്തിട്ട് ഇടിയൊക്കെ പൊട്ടിയിട്ട് ഒക്കെ അള്ളാഹ് നമ്മളെ സമ്മതിച്ച് തന്നാന്നിങ്ങനെ കരുതുക. വർത്താനം കേട്ടാല് നല്ല തണുപ്പുള്ള രാത്രി, ഇന്നലെ കണ്ട് ഉറങ്ങിയിട്ട് ഒന്നും അറിഞ്ഞില്ല. സാധാരണ ഉറങ്ങിയിട്ട് വിയർത്തിട്ടും ദാഹിച്ചിട്ടൊക്കെ 2-3 വട്ടം എഴുന്നേൽക്കുന്നത് എന്തൊരു സുഖാന്നല്ലേ. അവരാ സുഖമുള്ള രാത്രിയിൽ ഉറങ്ങാതെ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചിട്ട് ചൊല്ലി ഇസ്തിഗ്ഫാറിന്റെ ആനന്ദമാണ് പറയുന്നത്. അതെനിക്കിനി കിട്ടൂലല്ലോ എന്ന് ആലോചിച്ചിട്ടാ കരയുന്നത്. ദുന്യാവിന്റെ സുഖം പോയതിന്റെ പേരിലല്ല കരയുന്നത്. ശൈത്യകാലത്തുള്ള ഇസ്തിഗ്ഫാർ ഇനി എനിക്ക് ലഭിക്കില്ലല്ലോ. കാരണം ദുന്യാവ് വിട്ടുപോയാൽ അവസ്ഥ മാറിയില്ലേ. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ആ സമയത്തുള്ള നൃത്തവും അള്ളാഹുവിലേക്കുള്ള സംഗതികളും ഇനി എനിക്ക് ദുനിയാവിൽ വെച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. മറ്റൊന്നല്ല സഹോദരങ്ങളെ, ദുനിയാവിന്റെ സുഖം പോകുമെന്ന് കരുതിയിട്ടല്ല. അതുകൊണ്ട് അത്താഴത്തിന്റെ സമയം നന്നായി പരിഗണിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എത്രയോ മഹാന്മാര് അത്താഴത്തിന്റെ സമയത്ത് ദുആ ചെയ്യാൻ പ്രത്യേകം പരിഗണിച്ചിരുന്നു. ഇമാം ഗസാലി ഇമാം തങ്ങൾ പറയുന്നുണ്ട്, ദുആഇന് 10 അദബുകളുണ്ട്. എത്ര അദബ്? 10 പാലിച്ച ദുആഇന് ഇജാബത്ത് കിട്ടും. നീണ്ടി പറയണം, ഞാൻ ചുരുക്കി പറയാം.
ഏതായാലും 10 എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ നിങ്ങൾ മാത്രമല്ല കേൾക്കുന്നവരും ചിലപ്പോൾ എഴുതി ചോദിക്കും 10 പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് വേണ്ട 10 പറയാൻ സാധിച്ചു. അതിന് മുമ്പൊരു കാര്യം പറയട്ടെ, അത്താഴത്തിന്റെ നേരത്ത് നല്ലോണം പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട്. വലിയ വലിയ മഹാന്മാരൊക്കെ കാര്യപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദ്വാരുന്നിരുന്ന ദുആ അത്താഴത്തിന്റെ നേരത്താണ്. ഒരു ഉദാഹരണം നേരത്തെ പറഞ്ഞല്ലോ, യാക്കൂബ് നബി അലൈഹി സ്വലാം ഖുർആനിൽ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ മോനെ കണ്ടപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അബൂക്ക നിന്റെ ഉപ്പല്ലേ, അത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഉസ്താദാ, നിന്റെ ഉപ്പ മിനസ്സിത്തത്തില്ലദീന അദ്ഉ ലഹും കുല്ല ലൈലത്തിൻ വഖത സഹർ. അത്താഴത്തിന്റെ സമയത്ത് ഞാൻ 6 ആളുകൾക്ക് ദ്വാരക്കലുണ്ട്. ആ 6 ആളുകളിൽ ഒരാളാണ് നിന്റെ ഉപ്പയായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. എല്ലാ ദിവസവും അത്താഴത്തിന്റെ സമയത്ത് ഞാൻ 6 ആളുകൾക്ക് ദ്വാരക്കാറുണ്ട്. അതിൽ എന്റെ ഉസ്താദായ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ആളാണ് നിന്റെ ഉപ്പയായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. ഒരൊറ്റ ദിവസം വിടാതെ അത്താഴത്തിനകത്ത് ദ്വാരക്കുന്നുണ്ട്. അവനാന്റെ വാപ്പാക്കും ഉമ്മാക്കും അത്താഴത്തിനകത്ത് ദ്വാരക്കുന്നുണ്ട്. റമളാൻ മാസമല്ല ചോദിച്ചത്, അല്ലാത്ത സമയം പറയും. ഉറങ്ങി അങ്ങനെ സുബിയാൻ കൊടുക്കുമ്പോ പല്ലേക്കാൻ വേണ്ടി എണീക്കല. അതൊന്നും മാറ്റാനായില്ല. ഈ സൗകര്യമുള്ള വീട്ടിൽ താമസിച്ചിട്ട് സ്വർഗീയ സമാനമായ വീട് തന്നിട്ട് ഇതൊന്നും മാറ്റാനായില്ലേ സഹോദരങ്ങളെ നമുക്ക്? എന്നാ നമ്മൾ മാറുക? ബാങ്ക് കൊടുക്കുമ്പോൾ എപ്പോഴും എണീക്കലുള്ളൂ. എന്നാ നമുക്കൊരു മാറ്റം വരിക? നമ്മൾ മാറണം, തീർത്തും മാറണം. അത്താഴത്തിന്റെ സമയത്ത് എണീറ്റിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ദ്വാരക്കാൻ എന്താ കാരണം? പകർന്നു നൽകിയ ഇൽമാണ് കാരണം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്തിയത് ചെറിയൊരു അടയാളമൊന്നുമല്ല. അങ്ങനെ തന്നെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പോലെ തന്നെ നടക്കാനും ജീവിക്കാനും ജീവിതം ക്രമീകരിക്കാനും തുനിഞ്ഞ മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം തങ്ങളെ മോനെ കണ്ടപ്പോ പറഞ്ഞാണ്, എന്റെ വാപ്പേ സാധാ ആളൊന്നല്ല, എനിക്ക് സ്പെഷ്യൽ ആൾക്കാരുണ്ട്. അത്താഴത്തിന്റെ നേരത്തെ ദ്വാരക്കുന്ന 6 ആൾക്കാര്, അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് നിന്റെ ഉപ്പ. നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ എല്ലാ ദിവസവും അത്താഴത്തിന്റെ സമയത്ത് എന്റെ വാപ്പാക്കും ഉമ്മാക്കും ദ്വാരക്കലുണ്ട്? നോമ്പും കാലത്തല്ല ചോദിച്ചത്, അല്ലാത്ത കാലത്ത്. നോമ്പ് കാലത്ത് തന്നെ ഉണ്ടെങ്കിൽ എന്നെ വലിയ ഭാഗ്യം കൂട്ടിക്കൊള്ളു. നമുക്ക് ഏറ്റവും അർഹതപ്പെട്ടവരല്ലേ അവര്, നമ്മളെ ഉസ്താദുമാർ, നമ്മളെ പഠിപ്പിച്ചവർ. എല്ലാവർക്കും ദ്വാരക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.